അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറിവില്ലാത്ത കാര്യങ്ങളുടെയും തനിക്ക് ഒരു ബന്ധവുമില്ലാത്ത അനാവശ്യ കാര്യങ്ങളുടെയും പിന്നാലെ പോകാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം അള്ളാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ ശരിയല്ലാത്ത വിധത്തിൽ ഉപയോഗിക്കുന്നു എന്നതാവും വരിക. അല്ലെങ്കിൽ ഏതൊന്നിനാണോ അള്ളാഹു മനുഷ്യർക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളത് അതിനുവേണ്ടി ആ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തിയില്ല എന്നതാവും സംഭവിക്കുക. അത് അള്ളാഹുവിനോടുള്ള അനുസരണക്കേടും നന്ദികേടുമാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ അതെങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് അള്ളാഹു മനുഷ്യർക്ക് സവിശേഷമായി നൽകിയ കാഴ്ചശക്തിയും കേൾവിശക്തിയും ചിന്താശക്തിയും. അതൊക്കെ എങ്ങനെ ഉപയോഗിച്ചു എന്ന് വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതിൻ്റെ ആശയം. ഇനി സത്യവിശ്വാസികളിൽ ഉണ്ടായിരിക്കേണ്ട ഉത്തമ ഗുണങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ അവസാനമായി പറയുന്നത് ഭൂമിയിൽ വിനയാന്വിതരായി അഹങ്കാരമില്ലാതെ നടക്കുക എന്നാണ്. എന്ന് പഠിക്കുന്ന 37-ാമത്തെ ആയത്തിലാണ് ഇത് പറയുന്നത്. വല തംഷിഫിൽ അർലി മറഹ, നീ ഭൂമിയിൽ പുളച്ച് നടക്കരുത്. മറഹൻ എന്ന് പറഞ്ഞാൽ പുളപ്പോടുകൂടി അഹങ്കാരം പൂണ്ട് പുളകിതനായി എന്നാണ്. അഹങ്കാരത്തോടെ നടക്കരുത് എന്നാണ് പറയുന്നത്. മഹാനായ ലുക്മാനുൽ ഹക്കീം മകന് നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഇക്കാര്യവും സൂറത്തുൽ ലുക്മാനിൽ പറയുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ അടയാളമായി സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത് കുറേ ഉത്തമ ഗുണങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ ആദ്യം പറയുന്നത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാർ ഭൂമിയിൽ വിനയാന്വിതരായി നടക്കുന്നവരായിരിക്കും എന്നാണ്. താൻ എന്തിനും പോന്നവനാണെന്നും മറ്റുള്ളവരൊക്കെ തൻ്റെ താഴെയാണെന്നുമുള്ള അഹംഭാവത്തോടെയും അഹങ്കാരത്തോടെയും നടക്കുന്നതിനെയാണ് ഇവിടെ ആക്ഷേപിക്കുന്നത്. അഹങ്കാരത്തെയും താൻ വലിയ ആളാണെന്ന മനുഷ്യന്റെ വിചാരത്തെയും ഭൂമിയിൽ മനുഷ്യൻ അമർത്തിച്ചവിട്ടി നടക്കുന്നതിനോട് ഉപമിക്കുകയാണ്. അതായത് അവൻ ഭൂമിയിൽ അമർത്തിച്ചവിട്ടിക്കളയുന്നതിലൂടെ ആ ഭൂമിയെ അമർത്തിച്ചവിട്ടി പൊളിച്ചു കളയാം എന്ന് അവൻ വിചാരിക്കുന്നത് പോലെയാണ്. മനുഷ്യൻ ഭൂമിയിൽ അമർത്തിച്ചവിട്ടി നടക്കുന്നത് കണ്ടാൽ തോന്നും അവൻ ഭൂമിയാകെ പിളർത്തിക്കളയുമെന്നും ആകാശത്തോളം ഉയർന്നു നിൽക്കുമെന്നുമൊക്കെ. എന്നാൽ ഇന്നകലൻ തഹ്രിക്കൽ അർള, എന്നാൽ ഭൂമിയെ ചവിട്ടി പിളർക്കാൻ നിനക്ക് ആവുകയില്ല എന്നത് നിശ്ചയമാണ്. ഖറക്ക എന്ന് പറഞ്ഞാൽ പിളർത്തി എന്നാണ്. വലൻ തബ്ലുഗൽ ജിബാല തൂല, പർവ്വതങ്ങളോളം ഉയരാനും നിനക്കാവില്ല. വലൻ തബ്ലുഗ, നീ എത്തുകയുമില്ല, അൽ ജിബാല, പർവ്വതത്തോളം, തൂല, ഉയരത്തിൽ. എത്ര ഗർവ് നടിച്ചാലും മനുഷ്യന്റെ അഹങ്കാരം കൊണ്ട് മനുഷ്യൻ നേടിയെടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒടുവിലാകട്ടെ അള്ളാഹുവിൻ്റെയും മനുഷ്യരുടെയും വെറുപ്പാണ് അഹങ്കാരികളെ കാത്തിരിക്കുന്നുണ്ടാവുക. ലോകത്ത് ഒരഹങ്കാരിയെയും മനുഷ്യർ സ്നേഹിച്ചിട്ടില്ല, മറിച്ച് വെറുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു ആകട്ടെ കിബറും ഫഖ്റും നടിക്കുന്നവരെ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന് ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നുമുണ്ട്. എന്ന് മാത്രമല്ല, ഇബ്ലീസ് എന്ന ആദ്യത്തെ കുറ്റവാളി, മഹാകുറ്റവാളി ഉണ്ടായത് തന്നെ അഹങ്കാരത്തിൽ നിന്നാണ്. വിഡ്ഢികളായ മനുഷ്യർ മാത്രമാണ് ഭൂമിയിൽ താൻ പോരുമയും അഹങ്കാരവും നടിച്ച് നടക്കുന്നവരെ പോലെയാവണം എന്ന് ആഗ്രഹിക്കുക. ഖാറൂന്റെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അയാളുടെ സമ്പത്തിന്റെ ബലത്തിൽ മതിമറന്ന് അയാൾ വലിയ അഹങ്കാരത്തോടെ എല്ലാം നേടി എന്ന ഭാവത്തിൽ നെഞ്ചു വിരിച്ച് ഭൂമിയിൽ നടന്നപ്പോൾ ചില പാവപ്പെട്ട മനുഷ്യർ വിവരമില്ലാതെ ആലോചിച്ചു പോയി, ഇയാളെപ്പോലെ നമുക്കും ആവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. എന്നാൽ ആ നാട്ടിലെ വിവരവും വിവേകവുമുള്ളവർ ആ മനുഷ്യരെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കാൻ പോകുന്നത് ഇതിനേക്കാൾ എത്രയോ ഉത്തമമായിട്ടുള്ളതാണ് എന്ന്. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മദീനയിൽ അഹങ്കാരിയായി നടന്ന ഒരു മനുഷ്യനോട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. നീ ഇങ്ങനെ അഹങ്കാരിയായി നടക്കരുത്. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ സ്ഥാനവും പദവിയും താങ്കൾക്കറിയില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് മാലിക് ബിൻ ദീനാർ നൽകിയ മറുപടി പ്രസിദ്ധമാണ്. അൻത ബിദായതുക നുത്ഫത്തുൻ മുദറ വനിഹായതുക ജീഫത്തുൻ ഖദിറ വഫീമാ ബൈനഹുമാ തഹ്മിലുൽ അദിറ. അതായത് നീ എന്ന മനുഷ്യന്റെ തുടക്കം ഒരു മലിനമായ തുള്ളിയിൽ നിന്നാണ്, നിന്റെ അവസാനം ദുർഗന്ധമുള്ള ഒരു ശവമായി മാറുന്നു. അതിനിടയിൽ നീ മാലിന്യമാണ് വഹിച്ചു നടക്കുന്നത്.
മനുഷ്യർ എത്ര അഹങ്കരിച്ചാലും ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്നാണ് പറയുന്നത്. ഇതോടെ സത്യവിശ്വാസികളെ ഉപദേശിച്ചുകൊണ്ട് എണ്ണിപ്പറഞ്ഞു വന്ന കാര്യങ്ങൾ അവസാനിക്കുകയാണ്. ഇനി ഈ പറഞ്ഞതിൻ്റെ ഒക്കെ സമാപനമായിക്കൊണ്ട് 2 ആയത്തുകൾ തുടർന്ന് പറയുന്നുണ്ട്. അത് നാളെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി നല്ല സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുവാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.